ഏറ്റവും ഭീതിതമായ ഒരവസ്ഥ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇവിടെ വെള്ളാർമലയിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ആ സ്കൂൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മരണം മലയിറങ്ങിയ രാത്രിയിൽ വെള്ളാർമല ഗവൺമെന്റ് VHSSന് നഷ്ടമായത് 32 കുഞ്ഞുങ്ങളെയാണ്. ഓർക്കുമ്പോൾ ചങ്കുടഞ്ഞ വാക്ക് പൊട്ടുകയാണ് അധ്യാപകർക്ക്. എല്ലാം തകർന്ന പോലെയായിരുന്നു അനുഭവപ്പെട്ടത്. എല്ലാം കൈവിട്ടു പോകുന്ന പോലെ, എന്താ പറയുക, ദൈവം പോലും നമ്മളെ ഉപേക്ഷിച്ച പോലെയുള്ളൊരു തോന്നലാണ് അന്നുണ്ടായത്. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പെട്ടെന്ന് ഇടപെട്ടു. ഞങ്ങളെ മേപ്പാടി ഗവൺമെൻറ് സ്കൂളിലേക്ക്, വെള്ളാർമല സ്കൂളിനെ പെട്ടെന്ന് തന്നെ മാറ്റുകയാണ് ചെയ്തത്. സ്കൂൾ റീഓപ്പൺ സമയത്ത് ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. വാടക വീടുകളിലായിട്ട് കുട്ടികളെല്ലാവരും വയനാട് ജില്ലേന്റെ വിവിധ മേഖലകളിലേക്ക് ചിതറിപ്പോയപ്പോൾ അവരെയൊക്കെ തിരികെ സ്കൂളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ക്ലാസ് റൂമിന്റെ ലഭ്യത കുറവ്, ഇതെല്ലാം ഞങ്ങൾ നേരിട്ട വെല്ലുവിളികളായിരുന്നു. അതെല്ലാം തന്നെ ജില്ലാ കളക്ടർ മേഘശ്രീ മാഡം, MLA, ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുടെ എല്ലാം കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ട് ഏതാനും സുമനസുകളുടെ സഹായത്താൽ കുട്ടികൾക്കായുള്ള വാഹന സൗകര്യവും കുട്ടികൾക്കായുള്ള പുതിയ കെട്ടിടവും ക്ലാസ് മുറികളും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സജ്ജീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. After the dissolution of camps, our major goal was to bring back the disaster-affected students from GVHS Vellamala and GLPS Mundakai back to their normal academic activity. With the help of various government departments and NGOs, we accommodated these students into GHSS Nepal. For this, we arranged one new academic block, kitchen facilities, toilet facilities, along with 2 new buses for the transportation and smart classroom for the students. Also, we provided new school kits to these children. All the affected students are back in the school, and as a result of this, in the recent SSLC exam, all the 10th class students have passed with the higher marks. മഹാദുരന്തത്തിൽ 497 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 32 കുട്ടികളെ നഷ്ടമായി. 465ഓളം കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ദുരന്തം നടന്ന ഏതാനും 8 മാസങ്ങൾക്കകം തന്നെ കുട്ടികളെ തിരികെ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച ക്ലാസ് മുറികളിലേക്ക് തിരികെ എത്തിച്ചു. കുട്ടികൾക്കായുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തി. പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബിൽഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ കെട്ടിടം പണി കഴിപ്പിച്ച് കുട്ടികൾക്ക് നൽകി. നഷ്ടമായ അധ്യയന ദിനങ്ങളും പഠന പ്രവർത്തനങ്ങളും ത്രിതല പഞ്ചായത്തുകളുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും അധ്യാപകരുടെയും കുട്ടികളുടെയും കൂട്ടായ പ്രവർത്തന ഫലമായി വീണ്ടെടുക്കാനും ഈ വർഷത്തെ SSLC പരീക്ഷയിൽ വിദ്യാലയത്തിന് 100% വിജയം കൈവരിക്കാനും സാധിച്ചു.